IHRD ഡയറക്ടർ നിയമനത്തിൽ അട്ടിമറി എന്ന വാർത്ത വരുന്നു. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് പ്രവൃത്തി പരിചയം 7 വർഷമാക്കിയിരിക്കുകയാണ്. VS അച്യുതാനന്ദന്റെ മകൻ A. അരുണിനായി മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു എന്നാണ് ആക്ഷേപം. ഡയറക്ടറാകാനുള്ള നിലവിലെ യോഗ്യതകൾ അരുണിനില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുകയാണ്. PS രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. രഞ്ജിത്ത്, അരുൺകുമാറിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി എന്നത് തന്നെയാണോ ഈ പരാതിയിലുള്ളത്? പ്രവൃത്തി പരിചയം ഇപ്പോൾ 7 വർഷമാക്കിയിരിക്കുന്നു എന്നതാണ്. വിനിത, IHRD ഡയറക്ടർ ആവാനുള്ള ഒരു മാനദണ്ഡവും VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുണില്ല. അതായത് ഒന്നുകിൽ പ്രിൻസിപ്പൾ ആയിരിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ PG ഉണ്ടായിരിക്കണം. അതുപോലെ അങ്ങനെയുള്ള ഒരു മാനദണ്ഡവും ഇപ്പോൾ നിഷ്കർഷിക്കുന്ന 15 വർഷത്തെ അനുഭവ പരിചയം, പ്രിൻസിപ്പളായിട്ട് അനുഭവ പരിചയം, അധ്യാപനത്തിലെ അനുഭവ പരിചയം, അത്തരത്തിലുള്ള ഒരു മാനദണ്ഡവും VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാറിനില്ല. എന്നാൽ ഡയറക്ടറായിട്ട് നാളെ അഭിമുഖം നടക്കാൻ പോകുമ്പോൾ ആ ഡയറക്ടർ പദവിയിലേക്ക് VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാറിനെ തിരികെ കയറ്റാൻ വേണ്ടി മാനദണ്ഡത്തിൽ അച്യുതാനന്ദൻ്റെ മകന് അപേക്ഷിക്കാനും അച്യുതാനന്ദൻ്റെ മകന് നിയമനത്തിനും വേണ്ടി മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി ഒരു മാനദണ്ഡം കൂടി അതിലേക്ക് തിരികെ കയറ്റിയിരിക്കുകയാണ്. IHRDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി 7 വർഷം പരിചയമുള്ള ആളുകൾക്ക് ഡയറക്ടർ ആവാം എന്നുള്ളതാണ് ഇപ്പോൾ തിരികെ കയറ്റിയിരിക്കുന്ന മാനദണ്ഡം. അതായത് അച്യുതാനന്ദൻ്റെ മകൻ IHRDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു 7 വർഷക്കാലം. അപ്പോൾ അച്യുതാനന്ദൻ്റെ മകന് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം ഇപ്പോൾ IHRD ഡയറക്ടർ തസ്തികയിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇതുവരെ IHRD ഡയറക്ടർ ആവാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നും അരുൺകുമാർ ഉണ്ടായിരുന്നില്ല. IHRD ഡയറക്ടർ ആവാൻ ഇതുവരെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദമാണ്, മറ്റൊന്ന് അധ്യാപനത്തിലെ 15 വർഷത്തെ അനുഭവ പരിചയമാണ്, മറ്റൊന്ന് പ്രിൻസിപ്പളായിട്ടുള്ള അനുഭവ പരിചയമാണ്. ഇത്തരത്തിൽ പ്രിൻസിപ്പളായിട്ടുള്ള അനുഭവ പരിചയമോ അധ്യാപനത്തിലെ അനുഭവ പരിചയമോ പ്രൊഫസറായിട്ടുള്ള അനുഭവ പരിചയമോ ഒന്നുമില്ലാത്ത VA അരുൺകുമാറിനെ ഡയറക്ടറാക്കാൻ വേണ്ടി മാത്രം ഒരു മാനദണ്ഡം കൂടി തിരികെ കയറ്റിയിരിക്കുന്നു. ആ മാനദണ്ഡം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായി 7 വർഷം പരിചയം എന്നുള്ളതാണ്. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ പദവി താൽക്കാലികമാണ് എങ്കിൽ ഡയറക്ടർ പദവി സ്ഥിരം നിയമനമാണ്. UDF അധികാരത്തിൽ വന്നാൽ പോലും മാറ്റാൻ പറ്റാത്ത സ്ഥിരം നിയമനമാണ് ഡയറക്ടർ പദവി. ആ ഡയറക്ടർ പദവിയിലേക്ക് VA അരുൺകുമാറിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഡയറക്ടർ പദവിയിലേക്ക് നിയമിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അതായത് മാനദണ്ഡങ്ങൾ തിരുത്തി VA അരുൺകുമാറിനെ IHRDയുടെ ഡയറക്ടറായി നിയമിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ശരി, അരുൺകുമാറിനായി അട്ടിമറി നടത്തി എന്നത് തന്നെയാണ് ഇപ്പോൾ MSF സംസ്ഥാന അധ്യക്ഷന്റെ പരാതിയിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് അരുൺകുമാറിന്റെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്.